എല്ലാവർക്കും ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 17 ധ്രുവചരിതം. സ്വയംഭുവ മനുവിൻ്റെ വംശപരമ്പരയാണ്, ആ ചരിതമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് 2 പുത്രന്മാരും 3 പുത്രിമാരുമാണുള്ളത്. ഉത്താനപാദനും പ്രിയവൃതനുമാണ് 2 പുത്രന്മാർ. ദേവഹൂതി, പ്രസൂതി, ആഗൂതി ഇവർ 3 പേരുമാണ് പുത്രിമാർ. അതിൽ ദേവഹൂതിയുടെയും പ്രസൂതി ദേവിയുടെയും 2 പുത്രിമാരുടെയും ചരിതം നമ്മൾ കഴിഞ്ഞ ദശകങ്ങളിലായിട്ട് മനസ്സിലാക്കി. ഇനി ഈ ദശകത്തിൽ 17ാമത്തെ ദശകത്തിൽ സ്വയംഭുവ മനുവിൻ്റെ പുത്രനായ ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രനായിട്ടുള്ള ധ്രുവന്റെ ചരിതമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ശ്ലോകം 1. ഉത്താനപാദ നൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിതരാമഭീഷ്ടാ അന്യാ സുനീതിരിതി ഭർത്തുരനാദൃദാസാ ത്വാമേവ നിത്യമഗതി ശരണം ഗദാഭൂത്. ഉത്താനപാദ നൃപതേഹേ മനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിഃ നിതരാം അഭീഷ്ടാ അന്യാ സുനീതിഃ ഇതി ഭർത്തുഃ അനാദൃതാ സാ ത്വം ഏവ നിത്യം അഗതിഃ ശരണം ഗദാ അഭൂത്. മനുനന്ദനസ്യ സ്വയംഭുവ മനുവിൻ്റെ പുത്രനായ ഉത്താനപാദ നൃപതേ, ഉത്താനപാദൻ എന്ന രാജാവിനെ സുരുചിഃ ജായ, സുരുചി എന്ന ഭാര്യ, നിതരാം അഭിഷ്ടാ ബഭൂവ, ഏറ്റവും ഇഷ്ടപ്പെട്ടവളായി തീർന്നു. എന്നാൽ സുനീതിഃ ഇതി, സുനീതി എന്ന മറ്റേ ഭാര്യ, ഭർത്തുഃ അനാദൃത, ഭർത്താവിനെ ഇഷ്ടപ്പെടാത്തവളായി ഭവിച്ചു എന്ന്. അഗതിഃ സാ, അങ്ങനെ ആരും ആശ്രയമില്ലാത്തവളായ അവൾ, ആ സുനീതി, നിത്യം എന്നും ത്വാം ഏവ ശരണം, ഭഗവാനെ അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചവളായി ഗദാ അഭൂത്, ആയി തീർന്നു എന്ന്. അപ്പോൾ സ്വയംഭുവ മനുവിൻ്റെ പുത്രനായ ഉത്താനപാദ മഹാരാജാവിന് 2 പത്നിമാരാണ് ഉണ്ടായിരുന്നത്, സുരുചിയും സുനീതിയും. അതിൽ രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പത്നി സുരുചി ആയിരുന്നു. മറ്റേ ഭാര്യ സുനീതിയെ ഒട്ടും തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ഭർത്താവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ട്, ഭർത്താവിനാൽ അവഗണിക്കപ്പെട്ട, ആരും ആശ്രയമില്ലാതായി തീർന്ന സുനീതി ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചവളായി തീർന്നു. ശ്ലോകം 2. ഈ 2ാമത്തെ ശ്ലോകത്തിൽ ഉത്താനപാദ മഹാരാജാവ് സുനീതിയുടെ നേരെ കാണിച്ച ആ അനാദരവ് അവളുടെ പുത്രനായ ധ്രുവന്റെ നേരെയും കാണിക്കാൻ നിർബന്ധിതനായി തീരുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് അദ്ദേഹം മറ്റേ ഭാര്യയായ സുരുചിക്ക്, ആ ഭാര്യയോട് കൂടുതൽ പ്രിയമുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് കീഴടങ്ങി ജീവിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് തന്നെ സുനീതി എന്ന ഭാര്യയെയും അവളുടെ പുത്രനായ ധ്രുവനെയും അദ്ദേഹം ഒട്ടും തന്നെ പരിഗണിച്ചിരുന്നില്ല. അത് അങ്ങനെ ആവാൻ നിർബന്ധിതനായി തീരുകയായിരുന്നു. അതാണ് നമ്മൾ 2ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. അങ്കേ പിതു സുരുചി പുത്രഗമുത്തമം തം ദൃഷ്ട്വാ ധ്രുവ കില സുനീതി സുതോധിരോക്ഷ്യൻ ആജിക്ഷിബേ കില ശിശുസുതരാം സുരുച്യാ ദുസ്സന്ധ്യജാ ഖലു ഭവദ്യുമൊഗൈരസൂയാ. അങ്കേ പിതുഃ സുരുചി പുത്രകം ഉത്തമം തം ദൃഷ്ട്വാ ധ്രുവ കില സുനീതിസുതഃ അധിരോക്ഷ്യൻ ആജിക്ഷിബേ കില ശിശുഃ സുതരാം സുരുച്യാ ദുസന്ധ്യജാ ഖലു ഭവത് വിമുഖൈ അസൂയാ. പിതുഹു അങ്കേ, അതായത് ഒരിക്കൽ പിതാവിൻ്റെ മടിയിൽ, അതായത് ഉത്താനപാദ മഹാരാജാവിൻ്റെ മടിയിൽ, സുരുചി പുത്രകം, സുരുചിയുടെ ഓമന മകനായ തം ഉത്തമം ദൃഷ്ട്വ, ആ ഉത്തമൻ ഇരിക്കുന്നത് കണ്ടിട്ട് സുനീതി സുതഃ, സുനീതിയുടെ പുത്രനായ ധ്രുവനും കില അതിരോക്ഷ്യൻ,
അദ്ദേഹത്തിന്റെ പിതാവിന്റെ മടിയിൽ കയറിയിരിക്കാൻ തുടങ്ങവേ, അതിനുവേണ്ടി ശ്രമിക്കവേ, ശിശുഹു ആ കുട്ടിയെ ധ്രുവനെ നോക്കി, സുരുചി സുതരാം ആജിക്ഷിബേ കില, അതായത് വളരെ കലശലായിട്ട് ആ കുഞ്ഞിനെ ശകാരിച്ചു, അധിക്ഷേപിച്ചു എന്ന്. അതിനുശേഷം മേൽപ്പത്തൂര് പറയാണ്, ഭവത് വിമുഖൈ അസൂയ, അങ്ങയുടെ നേരെ ആഭിമുഖ്യമില്ലാത്തവർ, ഭഗവാനെ അങ്ങയുടെ നേരെ ഒരു ഭക്തിയില്ലാത്തവർ, ദുസന്ധ്യജാഖലു, അതായത് അസൂയ ദുസന്ധ്യജാഖലു എന്ന് വെച്ചാൽ അസൂയ ഒരിക്കലും അവരെ, അസൂയ എന്ന ദുർഗുണം വിട്ടുമാറുകയില്ല എന്ന്. അപ്പോൾ ഇവിടെ ഉത്താനപാദ മഹാരാജാവിന്റെ മടിയിൽ ഒരിക്കൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മടിയിലിരുന്ന് സുരുചിയുടെ പുത്രനായ ഉത്തമൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. രാജാവ് അവനെ സ്നേഹപൂർവ്വം ഇങ്ങനെ വാത്സല്യപൂർവ്വം ലാളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടിട്ട് സുനീതിയുടെ പുത്രൻ 5 വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവനും അച്ഛന്റെ മടിയിൽ കയറിയിരിക്കാനും അച്ഛന്റെ സ്നേഹ വാത്സല്യങ്ങൾ അനുഭവിക്കാനും കൊതിച്ചുകൊണ്ട് ആ മടിയിൽ കയറാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരുന്ന സുരുചി എന്ന ഭാര്യ ധ്രുവനെ വളരെ ശക്തമായ രീതിയിൽ അധിക്ഷേപിച്ചു എന്നാ പറയണത്, കലശലായിട്ട്. അത് ഭാഗവതത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിനക്ക് അദ്ദേഹത്തിന്റെ, രാജാവിന്റെ പിതാവിന്റെ മടിയിൽ കയറിയിരിക്കാനുള്ള യോഗ്യതയില്ല. കാരണം നീ എൻ്റെ ഗർഭത്തിൽ പിറന്ന പുത്രനല്ല, നീ മറ്റൊരുവളുടെ ഗർഭത്തിൽ ജനിച്ച മകനാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് അച്ഛൻ്റെ, പിതാവിന്റെ മടിയിൽ കയറിയിരിക്കാനുള്ള യോഗ്യതയില്ല. ഇനി അടുത്ത ജന്മത്തിലെങ്കിലും നിനക്ക് അതിന് യോഗ്യതയുണ്ടാവണമെങ്കിൽ എൻ്റെ പുത്രനായി ജനിക്കാൻ നീ പോയി ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രസാദിപ്പിച്ച് അനുഗ്രഹം നേടിയിട്ട് വരൂ എന്ന് പറഞ്ഞാണ് സുനീതി ധ്രുവനെ അധിക്ഷേപിക്കുന്നത്. എത്ര ശക്തമായ രീതിയിലായിരുന്നു ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ചത്. അപ്പോൾ മേൽപ്പത്തൂര് പറയാണ്, അങ്ങനെ അധിക്ഷേപിച്ചപ്പോൾ ഇവിടെ ഭഗവാനോട് ആഭിമുഖ്യമില്ലാത്ത, ഭഗവാനോട് ആ നിഷ്കളങ്ക ഭക്തിയില്ലാത്തവരുടെ ഉള്ളിൽ നിന്നും അസൂയ എന്ന ദുർഗുണം ഒരിക്കലും മാറിപ്പോവുകയില്ല, വിട്ടുപോവുകയില്ല എന്ന്. അപ്പോൾ ഭഗവാനോട് ഭക്തിയുള്ളവരുടെ ഉള്ളിലൊന്നും ഇങ്ങനെയുള്ള അസൂയ മുതലായ കാമക്രോധ വികാരങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നും നമുക്കിവിടെ ഉറപ്പിക്കാം. ശ്ലോകം 3. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ, ദൂരം ദുരുക്തി നിഹതാ സഗതോ നിജാംബാം, സാബി സ്വകർമ്മഗതി സന്ദരണായ പുംസാം, ത്വത്പാദമേവ ശരണം ശിശവേ ശശംസാ. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ, ദൂരം ദുരുക്തി നിഹതഃ സ ഗതഃ നിജാംബാം, സാബി സ്വകർമ്മഗതി സന്ദരണായ പുംസാം, ത്വത്പാദം ഏവ ശരണം ശിശവേ ശശംസ. ദൂരം ദുരുക്തി നിഹതഃ സഹ, ദൂരം ദുരുക്തി കലശലായ ആ ശകാര വാക്കുകളാൽ, നിഹതഃ അതായത് നന്നേ സങ്കടപ്പെട്ട, സഹ അവൻ, ആ ധ്രുവകുമാരൻ. അപ്പോൾ ചിറ്റമ്മയായ സുരുചിയിൽ നിന്നും കേട്ട ആ അധിക്ഷേപിക്കുന്ന ആ വാക്കുകൾ കൊണ്ട്, ആ ശകാര വാക്കുകളാൽ നന്നേ ദുഃഖിച്ച, സങ്കടപ്പെട്ട ആ ധ്രുവകുമാരൻ ത്വന്മോഹിതേ ദാരവശ്യേ, അതായത് ഭഗവാനെ അങ്ങയാൽ മോഹിപ്പിക്കപ്പെട്ട, ഭഗവാന്റെ തന്നെ ആ മായയിൽ പെട്ടുപോയിട്ട് ദാരവശ്യേ, അതായത് ഭാര്യയ്ക്ക് അടിമപ്പെട്ട് നിൽക്കുന്ന പിതരി, തൻ്റെ പിതാവിനെ, അച്ഛനെ പശ്യതി നോക്കിക്കൊണ്ടിരിക്കെ. അപ്പോൾ അച്ഛൻ ഒന്നും എതിർത്ത് പറഞ്ഞില്ലല്ലോ എന്നോർത്തിട്ടാണ് ധ്രുവന് ഏറ്റവും സങ്കടം വന്നത്. ചിറ്റമ്മ അവനെ കലശലായി ശകാരിക്കുമ്പോൾ അച്ഛൻ എതിർത്ത് ഒന്നും പറയാതെ, ഒന്നും മിണ്ടാതെ അതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നല്ലോ എന്നോർത്തിട്ടാണ് ധ്രുവന് ഏറ്റവും അധികം സങ്കടം വന്നത്. അതാണ് ഭഗവാന്റെ മായയിൽ പെട്ടുപോയി, ആ മായാഭ്രമത്തിൽ പെട്ടുപോയിട്ട് ഭാര്യയ്ക്ക് കീഴ്പ്പെട്ട്, ഭാര്യയ്ക്ക് അടിമപ്പെട്ട് നിൽക്കുന്ന തൻ്റെ അച്ഛൻ ഒന്നും എതിർത്ത് പറയാതെ, ചിറ്റമ്മയെ നോക്കി ഒന്നും എതിർത്ത് പറയാതെ മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടിട്ട് സങ്കടം വന്ന ധ്രുവകുമാരൻ നിജാംബാം ഗതഃ, തൻ്റെ അമ്മയായ സുനീതിയുടെ അടുത്തേക്ക് ഓടിപ്പോയി.
സഹ അബി അവളാകട്ടെ ആ സുനീതി ധ്രുവൻ വരുന്നതിന് മുൻപേ തന്നെ ആ കൊട്ടാരത്തിലെ മറ്റുള്ളവരിൽ നിന്നും അവിടെ നടന്ന സംഭവം സുരീജി ധ്രുവനെ അപമാനിച്ചതൊക്കെ സുനീതി മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ധ്രുവകുമാരൻ ഓടി വന്ന് അമ്മയോട് സങ്കടം പറഞ്ഞപ്പോൾ സുനീതി ധ്രുവനെ ഉപദേശിച്ചത് ഇങ്ങനെയാണ്: പുംസാം സ്വകർമ്മഗതി സന്തരാണായ, അതായത് മനുഷ്യർക്ക് അവരവരുടെ കർമ്മഗതിയിൽ നിന്നും കരകയറുവാനായിട്ട് ശരണം ത്വത്പാദം, അതിന് രക്ഷാസ്ഥാനമായി ഭവിക്കുന്നത് നിന്തിരുവടിയുടെ ഭഗവാനെ അങ്ങയുടെ പാതാരവിന്ദം ഏവ ശിശവേ ശശംസ, അത് മാത്രമാണെന്ന് ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു. അപ്പോ ചിറ്റമ്മ ശകാരിച്ചപ്പോൾ ആ ശകാര വാക്കുകളിൽ ധ്രുവൻ എന്ന ആ 5 വയസ്സ് മാത്രമുള്ള മകനെ ഏറ്റവും അധികം കുഞ്ഞിന് സങ്കടം തോന്നിയത് അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന പിതാവിനെ കണ്ടിട്ടാണ്. അപ്പൊ പിതാവ് ആ ഭഗവാന്റെ തന്നെ ആ മായയിൽ പെട്ടുപോയി ഭാര്യയ്ക്ക് കീഴ്പ്പെട്ട് അടിമപ്പെട്ടിരിക്കുന്ന പിതാവിനെ കണ്ടിട്ടാണ് ഏറ്റവും സങ്കടം തോന്നിയത്. ഉടനെ തന്നെ ധ്രുവൻ അമ്മയുടെ അടുത്തേക്കാണ് ഓടിച്ചെന്നത്. ധ്രുവൻ വരുന്നതിന് മുന്നേ അവിടെ വെച്ചുണ്ടായ എല്ലാ സംഭവവും ധ്രുവന്റെ അമ്മയായ സുനീതി കേട്ടു മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മകൻ ഓടി വന്ന അമ്മയുടെ മടിയിലിരുന്ന സങ്കടം പറഞ്ഞപ്പോൾ സുനീതി മകന് പറഞ്ഞു കൊടുത്തത്, ഏതൊരു മനുഷ്യനും അവരവരുടെ കർമ്മഗതി, നമ്മളെല്ലാവരും അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളാകുന്ന ആ കർമ്മഗതി, അതിൽ നിന്നും കരകയറുവാൻ ഒരേ ഒരു ആശ്രയസ്ഥാനമേ എല്ലാവർക്കുമുള്ളൂ. അത് ഭഗവാനെ അങ്ങയുടെ ആ പാതാരവിന്ദം മാത്രമാണെന്ന്, ആ ശരണാഗതി അടയാനുള്ള ഒരേ ഒരു ആശ്രയസ്ഥാനം അങ്ങയുടെ പാതാരവിന്ദങ്ങൾ മാത്രമാണെന്ന് ആ അമ്മ മകന് പറഞ്ഞു കൊടുത്തു. ശ്ലോകം 4. ആകർണ്യസോഭിഭവദർശന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷഃ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗാ സ്ത്വാമാരരാധ തപസാ മധുകാനനാന്തേ. ആകർണ്യ സഹ അഭി ഭവദർശന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷഃ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗാ ത്വാം ആരരാധ തപസാ മധുകാനനാന്തേ. സഹ അഭി അവൻ, ആ ധ്രുവനാകട്ടെ, പഞ്ചവർഷ അന്നവന് വെറും 5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എങ്കിൽ പോലും കില മാനി, വളരെ വലിയ അഭിമാനിയായിരുന്നു എന്ന്. അതായത് ധ്രുവൻ എന്ന് പറയുന്നത് ക്ഷത്രിയനാണ്. അപ്പൊ ആ ക്ഷത്രിയന്റെ ഉള്ളിൽ പൊന്തി വരുന്ന ആ അഭിമാന ബോധം, അത് ധ്രുവന് 5 വയസ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അവന്റെ ഉള്ളിൽ അതിശക്തമായ അഭിമാന ബോധം ഉണ്ടായിരുന്നു. അപ്പൊ പിതാവിനാലും ചിറ്റമ്മയാലും അപമാനിക്കപ്പെട്ടതിന്റെ ആ ഒരു ദുഃഖം അവനെ വല്ലാതെ ബാധിച്ചിരുന്നു. അങ്ങനെ ആകർണ്യ ഭവദർശന നിശ്ചിതാത്മാ, ആകർണ്യ അവന്റെ അമ്മ പറഞ്ഞ വാക്ക് കേട്ടിട്ട്, ഭഗവാന്റെ പാദങ്ങളിൽ ശരണാഗതി അടയണമെന്ന് അമ്മ പറഞ്ഞ വാക്ക് കേട്ടിട്ട്, ഭവദർശന നിശ്ചിതാത്മാ ഭഗവാനെ അങ്ങയെ ആരാധിക്കുവാൻ മനസ്സുകൊണ്ടുറപ്പിച്ച്, നഗരാത് നിരേത്യ എന്നാൽ കൊട്ടാരം വരെ വിട്ടിറങ്ങിയെന്ന്. എന്നിട്ട് സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ, അങ്ങനെ പോകുന്ന വഴിക്ക് വെച്ച് കണ്ട നാരദ മഹർഷി ഉപദേശിച്ച മന്ത്രവും ആരാധനാക്രമവും സ്വീകരിച്ച് മധുകാനനാന്തേ, മധുവനം എന്ന കാട്ടിനുള്ളിൽ ചെന്ന് തപസാ ത്വം ആരരാധ, ഉഗ്രമായ തപസ്സുകൊണ്ട് അങ്ങയെ ആരാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ധ്രുവൻ വെറും 5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എങ്കിൽ പോലും അവന്റെ ഉള്ളിലെ അഭിമാന ബോധം വളരെ ശക്തമായിരുന്നു. കാരണം അവൻ ഒരു ക്ഷത്രിയനാണ്. അങ്ങനെ അച്ഛനാലും പിതാവിനാലും ചിറ്റമ്മയാലും അപമാനിക്കപ്പെട്ട വേദന കൊണ്ട് അവന്റെ അമ്മ ഉപദേശിച്ചു കൊടുത്ത ആ ഒരു വാക്കിനെ സ്വീകരിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ധ്രുവൻ കൊട്ടാരം ഉപേക്ഷിച്ചിറങ്ങി ഭഗവാനെ ആരാധിക്കാനായി മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ട് കൊട്ടാരവും ആ പട്ടണവും വരെ ഉപേക്ഷിച്ചിറങ്ങി. പക്ഷെ
അപ്പോൾ ഭഗവാനെ അന്വേഷിച്ചുള്ള ധ്രുവന്റെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ആ പ്രകൃതി തന്നെ ധ്രുവൻ അതിനുള്ള ഉത്തരങ്ങൾ, ധ്രുവന്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പ്രകൃതി തന്നെ നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ഭഗവാൻ തന്നെ ആ നാരദ മഹർഷി ധ്രുവന്റെ മുന്നിലേക്ക് എത്തിക്കുകയും നാരദ മഹർഷി ധ്രുവന് ഉപദേശിച്ചു കൊടുത്തു എങ്ങനെ, ഏതു മന്ത്രം ജപിച്ച് എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത് എന്ന്. അങ്ങനെ നാരദ മഹർഷി ഉപദേശിച്ച ആ മന്ത്രവും ആ ആരാധനാക്രമവും സ്വീകരിച്ചിട്ട് ധ്രുവന് സ്ഥലവും പറഞ്ഞു കൊടുത്തു. മധുവനമാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന്. സദാ ഭഗവാന്റെ സാന്നിധ്യം നിലനിൽക്കുന്ന മണ്ണാണ് മധുവനം. അപ്പൊ അവിടെ പോയി തപസ് ചെയ്യാനാണ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ധ്രുവൻ മധുവനത്തിലേക്ക് ചെന്ന് ഉഗ്രമായ തപസ്സുകൊണ്ട് ഭഗവാനെ ആരാധിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 5. താദേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്ത്വിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനാക്രമവർദ്ധിതേന നിന്നേ കഠോര തപസാ കില പഞ്ചമാസാൻ. താദേ വിഷണ്ണഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്ത്വിത ചിത്തവൃത്തൗ ബാലഃ ത്വദർപ്പിതമനഃ ക്രമവർദ്ധിതേന നിന്നേ കഠോരതപസാ കില പഞ്ചമാസാൻ. വിഷണ്ണ ഹൃദയേ താതേ, അതായത് ധ്രുവൻ സ്വന്തം മകൻ കൊട്ടാരം പട്ടണം ഒക്കെ വിട്ടു പോയപ്പോൾ അച്ഛനെ ഔത്താനപാദ മഹാരാജാവിനെ ഉള്ളിൽ വിഷാദമായി. എത്രയായാലും 5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. സ്നേഹമുണ്ടെങ്കിൽ പോലും സുരീജി എന്ന ഭാര്യയെ ഭയന്ന് അദ്ദേഹം ആ സ്നേഹം കാണിക്കാതെ ഇരിക്കുകയായിരുന്നു. അപ്പൊ മകൻ വിട്ടുപോയതോടുകൂടി മകനെ ഓർത്തുള്ള ദുഃഖത്തിലിരിക്കുന്ന ആ ഉത്താനപാദ മഹാരാജാവിനെ, ആ അച്ഛനെ നഗരീം ഗതേന ശ്രീനാരദേന, അപ്പോഴേക്കും ആ നഗരത്തിൽ എത്തിച്ചേർന്ന ശ്രീനാരദ മഹർഷി പരിസാന്ത്വിത ചിത്തവൃത്തൗ, വേണ്ട വിധത്തിൽ സാന്ത്വന വചനങ്ങളാൽ തികച്ചും മനസമാധാനമുള്ളവനാക്കി തീർത്തു. അതിനുശേഷം ബാലഹ, ആ കുട്ടി, മധുവനത്തിൽ എത്തിച്ചേർന്ന ധ്രുവനാകട്ടെ ത്വദർപ്പിതമന, അങ്ങയിൽ മനസ്സിനെ അർപ്പിച്ചവനായിക്കൊണ്ട് ക്രമവർദ്ധിതേന കഠോര തപസ, പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന കഠിന തപസ് അനുഷ്ഠിച്ചുകൊണ്ട് പഞ്ചമാസാൻ 5 മാസങ്ങളെ നിന്നേ കില നയിച്ചുവെന്നു. അതായത് ധ്രുവൻ കൊട്ടാരം ഉപേക്ഷിച്ചു പോയതിന് ശേഷം ഉത്താനപാദ മഹാരാജാവിന് വളരെ സങ്കടമായി. 5 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ കൊട്ടാരവും ആ പട്ടണവും നഗരവും ഒക്കെ വിട്ടുപോയി കാട്ടിലേക്ക് പോയപ്പോൾ അതീവ ദുഃഖിതനായി തീർന്നു. ആ സമയം ധ്രുവനെ മധുവനത്തിലേക്ക് പറഞ്ഞയച്ച നാരദ മഹർഷി നേരെ കൊട്ടാരത്തിലേക്കാണ് വന്നത്. അങ്ങനെ വിഷാദത്തിലിരിക്കുന്ന ഉത്താനപാദ മഹാരാജാവിനെ അദ്ദേഹം സമാധാനിപ്പിച്ചു. അതായത് സർവ്വതും ഉപേക്ഷിച്ച് ഭഗവാനെ തേടി പോയ അങ്ങയുടെ പുത്രൻ ഇപ്പൊ ഭഗവാന്റെ സംരക്ഷണത്തിലാണ്. അവനെക്കുറിച്ച് ഓർത്ത് അങ്ങ് ഭയക്കേണ്ടതോ വിഷമിക്കേണ്ടതോ ആവശ്യമില്ല. കാരണം അവൻ അധികം താമസിയാതെ തന്നെ അങ്ങയുടെ അടുത്തേക്ക് തിരിച്ചെത്തും. ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്നവനായി അത്രമാത്രം അവൻ്റെ യശസ്സും കീർത്തിയും ഇനി ഈ ലോകത്ത് വാഴ്ത്തപ്പെടും എന്നൊക്കെ പറഞ്ഞ് നാരദ മഹർഷി രാജാവിനെ, പിതാവിനെ സമാധാനിപ്പിച്ചു. ഈ സമയത്ത് മധുവനത്തിൽ എത്തിച്ചേർന്ന ധ്രുവനാകട്ടെ ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ട് പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന ആ കഠിന തപസ് അനുഷ്ഠിക്കുകയാണ് ചെയ്തത്. അതായത് ആദ്യത്തെ 1 മാസം അദ്ദേഹം ആ കുഞ്ഞ് 3 ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് 3 ദിവസം കൂടുമ്പോൾ 1 നേരം മാത്രം ഭക്ഷണം കഴിച്ചു കൂട്ടി. പിന്നത്തെ 1 മാസം സദാ ഭഗവാന്റെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം ജപിച്ചുകൊണ്ട് ആ കുഞ്ഞ് കഴിച്ചു. പിന്നത്തെ 2ാമത്തെ മാസമായപ്പോൾ 6 ദിവസം കൂടുമ്പോൾ 1 നേരം മാത്രം ഭക്ഷിക്കുക, അതും ഇലകൾ, ഉണങ്ങിയ ഇലകളും പുല്ലും മാത്രം ഭക്ഷിച്ചു കഴിച്ചു. 3ാമത്തെ മാസമായപ്പോഴേക്കും 9 ദിവസം കൂടുമ്പോൾ ജലപാനം മാത്രം ചെയ്യുന്ന രീതിയിലായിരുന്നു അവന്റെ തപസ്. പിന്നീട് 4ാമത്തെ മാസമായപ്പോഴേക്കും വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് അവൻ കഴിച്ചുകൂട്ടി. അങ്ങനെ 5 മാസമായപ്പോഴേക്കും പൂർണ്ണമായും പ്രാണവായുവിനെ വരെ അടക്കി ഒറ്റക്കാലിൽ നിന്നുകൊണ്ടായിരുന്നു ധ്രുവൻ തപസ് ചെയ്തിരുന്നത് എന്ന്. അത്രയ്ക്ക് കഠിന തപസ്സാണ്. 5 മാസം അവൻ ആ തപസ്സിൽ ആ ഒരു നാമത്തിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ആ ഒരൊറ്റ നാമത്തിൽ ജപിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് തപസ് ചെയ്തു. ശ്ലോകം 6.
താവത്തബോബലനിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്തിതസ്ത്വമുദയത്കരുണാർദ്രചേതാ ത്വദ്രൂപഛിദ്രസനിലീനമദേ പുരസ്താദ് ആവിർബഭൂവിദ വിഭോ ഗരുഡാധിരൂഢാ. താവത് തപോബല നിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്തിതഃ ത്വം ഉദയത് കരുണാർദ്രചേതഃ ത്വദ്രൂപ ചിദ്രസ നിലീനമദേഃ പുരസ്താദ് ആവിർബഭൂവിദ വിഭോ ഗരുഡാധിരൂഢാ. താവത് താവത് എന്നാൽ ആ കഠോര തപസ്സിനെ, ധ്രുവൻ ചെയ്ത ആ കഠോര തപസ്സിനെ അങ്ങനെ ക്രമത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കവേ ദിഗന്ധേ ദിക്കുകൾ തോറും, അതായത് ഈ ലോകം മുഴുവനും തപോബല ആ ധ്രുവന്റെ തപശക്തിയാൽ നിരുച്ഛ്വസിതേ ശ്വാസം കിട്ടാതായി എന്ന്. ധ്രുവൻ അവസാനം 5ാമത്തെ മാസമായപ്പോഴേക്കും പ്രാണവായുവിനെ വരെ അടക്കി, അതിനെ വരെ അടക്കിയ തപസ്സാണ് ധ്രുവൻ ചെയ്തത്. അപ്പൊ പ്രാണശ്വാസത്തെ വരെ അടക്കിയപ്പോൾ ധ്രുവന്റെ തപശക്തിയാൽ ലോകം മുഴുവനും ദിക്കുകൾ തോറും ശ്വാസം കിട്ടാതെ പിടയ്ക്കാൻ തുടങ്ങി, ശ്വാസം കിട്ടാതെ വിഷമിക്കാൻ തുടങ്ങി. ഈ സമയം വിഭോ, അല്ലയോ ഭഗവാനെ, ത്വം ദേവാർത്തിതഃ, ദേവന്മാരെല്ലാം അങ്ങയുടെ മുന്നിൽ വന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അതനുസരിച്ച് അവിടുന്ന് ഉദയത് കരുണാർദ്രചേതഃ, അതായത് അവിടുത്തെ തൻ്റെ ഉള്ളിലെ ആ കനിവിനാൽ, ആ കാരുണ്യം നിറഞ്ഞ ഹൃദയത്താൽ ഭഗവാനെ അങ്ങ് ത്വദ്രൂപ ചിദ്രസ നിലീനമതേ, ഭവത് രൂപത്തിങ്കൽ ആ മനസ്സിനെ ഉറപ്പിച്ച് ലയിപ്പിച്ച് തപസ് ചെയ്യുന്ന ആ ധ്രുവന്റെ പുരസ്താദ്, മുന്നിലേക്ക്, ആ ധ്രുവന്റെ മുന്നിൽ ഗരുഡാധിരൂഢ, ഗരുഡവാഹനനായിക്കൊണ്ട്, ഗരുഡന്റെ പുറത്തേറിക്കൊണ്ട് ആവിർബഭൂവിത, അങ്ങ് പ്രത്യക്ഷപ്പെട്ടുവല്ലോ എന്ന്. അപ്പോൾ ധ്രുവന്റെ തപസ് നാൾക്ക് നാൾ ശക്തി ആർജിച്ചു വന്നു. ഭക്ഷണം നിരോധിച്ചു, വെള്ളം നിരോധിച്ചു, അവസാനം പ്രാണവായുവിനെ വരെ ധ്രുവൻ നിരോധിച്ചു. ശ്വാസം വരെ ഇല്ലാതെ, ശ്വാസത്തെ വരെ അടക്കിക്കൊണ്ടുള്ള ഉഗ്ര തപസ്സായപ്പോൾ ആ തപശക്തിയാൽ ലോകത്തിന് മുഴുവൻ ശ്വാസം കിട്ടാതെ വിഷമിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ദേവന്മാരെല്ലാം ഓടി ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ചു. എന്താണ് ഭഗവാനെ, ലോകം മുഴുവൻ ശ്വാസം കിട്ടാതെ വിഷമിക്കുന്നു എന്ന്, ഈ ലോകത്തിന് മുഴുവൻ ശ്വാസം മുട്ടുന്നുവല്ലോ എന്ന് ദേവന്മാർ ഭഗവാനോട് അഭ്യർത്ഥിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഭയക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വധാമത്തിലേക്ക് തിരിച്ചു പോയിക്കോളൂ. ഇതിനെല്ലാം കാരണം ഉത്താനപാദ മഹാരാജാവിന്റെ പുത്രനായ ധ്രുവൻ നടത്തുന്ന കഠിന തപസ്സാണ്. ധ്രുവന്റെ കഠിന തപസ്സിന്റെ ശക്തിയാലാണ് ഈ ലോകം മുഴുവൻ ശ്വാസം കിട്ടാതെ പിടയ്ക്കുന്നത്. അതിന് ധ്രുവന്റെ ആ തപസ് ഞാൻ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചു കൊള്ളാം, നിങ്ങളെല്ലാവരും ഭയക്കാതെ സ്വധാമത്തിലേക്ക് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞ് ഭഗവാൻ ദേവന്മാരെ എല്ലാം പറഞ്ഞയച്ചു. എന്നിട്ട് ആ കരുണാർദ്രമായ ഹൃദയത്തോടെ, ഭക്തനോടുള്ള സ്നേഹവാത്സല്യം നിറഞ്ഞ ഹൃദയത്തോടെ, തൻ്റെ മനസ്സിൽ ഭഗവാന്റെ ആ സ്വരൂപത്തെ മാത്രം ഉറപ്പിച്ചുകൊണ്ട് തപസ്സിൽ ലയിച്ചു നിൽക്കുന്ന ധ്രുവന്റെ മുന്നിലേക്ക് ഗരുഡന്റെ പുറത്തേറിക്കൊണ്ട് ആ ഭഗവാൻ ശ്രീഹരി അങ്ങനെ പ്രത്യക്ഷപ്പെട്ടുവല്ലോ. ശേഷം അടുത്ത ഭാഗത്തിൽ.